ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ലോങ് വീഡിയോ ആണ്. അതായത് ഇന്നെൻ്റെ അമ്മച്ചീൻ്റെയും അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്ന് അതൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് ഇടാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളും പുറകുവശവും എല്ലാം ഞാനൊന്ന് സെറ്റാക്കി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ. അവിടെ നിന്ന് നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലം കേട്ടോ. നമുക്ക് സ്റ്റെപ്പല്ലല്ലോ, ഇത് കയറി പോകാം നമുക്ക്. എന്നിട്ട് നമ്മളെ മുറ്റം കിണറുണ്ട്, അതൊക്കെ നമ്മളിതാ നല്ല പച്ച പായലൊക്കെയുള്ള സ്ഥലം കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ മുത്ത്. ഇങ്ങോട്ട് പടി. നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് പറമ്പിലേക്ക് പോകാം. ഇത് പറമ്പിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ. ഈ കപ്പളങ്ങൻ്റെ ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഇരിക്കാം, എന്താ ഇവർക്ക് ഇവിടെ ഇരിക്കാം, കയറി ഇരിക്കാം, എല്ലാം പറ്റിയ സ്ഥലം കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ഉയരമാണ് ഇതിന്. ഇത് അച്ഛൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ റബ്ബറും ഇതൊക്കെ അച്ഛൻ്റെ സ്ഥലങ്ങളാണ്. അച്ചാച്ചൻ വന്ന് വെട്ടി തെളിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും ഫുള്ളും സ്ഥലങ്ങൾ അച്ഛൻ്റെയാണ്. റബ്ബറും തെങ്ങും മിക്സായിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ അച്ചാച്ചനൊക്കെ തേക്കൊക്കെ മിക്സായിട്ടാണ് ഉള്ളത്. അപ്പോൾ അച്ചാച്ചൻ ഇത് വെട്ടി തെളിച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഗായ്സ്, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തോട്ടിൽ പോകാൻ. ഇവിടെ കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് തോട്ടിലേക്ക് പോകാം. ഗായ്സ്, തോട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ചെമ്പരത്തി ഇലയും ഈ ഒരു പുല്ല്, കുഞ്ഞു കുഞ്ഞു പുല്ലില്ലേ, ഇതൊക്കെ ഇവിടെ നട്ടു പിടിപ്പിച്ചേക്കുന്നതാണ് അച്ചാച്ചൻ. പിന്നെ ചെമ്പരത്തി ഇല അങ്ങറ്റത്തുണ്ട്, സൂപ്പറാണ് ഇവിടുത്തെ. നമുക്ക് തോട്ടിലേക്ക് പോവാം. ഇവിടെ അച്ചാച്ചൻ കല്ലൊക്കെ കെട്ടി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ, അതായത് ചെടികളെ പോലത്തെ കുഞ്ഞു കുഞ്ഞു ഈ ചെടിയില്ലേ, അതൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെമ്പരത്തിയെല്ലാം പിടിപ്പിച്ച് അടിപൊളിയാണ് അച്ചാച്ചൻ. നമുക്ക് ഇങ്ങോട്ട് പോകാം ഗായ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, കാണിച്ചു തരാതാ അവിടെ ഇരിക്കുന്ന. ഇപ്പം ഇറങ്ങി പോവാട്ടാ, എന്തോ പരതുവാണ് ഗായ്സ്. ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫേസ് ഒന്നും തിരിയത്തില്ല, കാരണം ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പുറയിരിക്കുന്ന വലിയ തെങ്ങിനെ കാണിച്ചു തരാം. കണ്ടോ, വലിയ തെങ്ങാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇങ്ങോട്ടൊക്കെ നടന്ന് ആ പുഴേൻ്റെ ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് എല്ലാവരും കൂടി ഇന്ന് വീട്ടിലേക്ക് വന്നതാണ്, തറവാടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഇതുപോലെ മാങ്ങയൊക്കെയാണ് സീസണാണെങ്കിലുണ്ടല്ലോ, ഇഷ്ടംപോലെ മാങ്ങ, കുറേ ചെറിയ ചെറിയ മാവുകളും ഇതൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ മാങ്ങയും ചക്കി, മാങ്ങ സീസണായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു മാവുകൾ എല്ലാം ചെറിയ ചെറിയ മാവ്, അടിപൊളി മാങ്ങകളാണ്. ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടോ നല്ല അച്ഛൻ്റെ പരിപാടി കേട്ടോ. ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ മതിൽ കയ്യാലിങ്ങനെ കെട്ടി വെറുതെ ഇരിക്കുകയല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ പണിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ അച്ഛൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്വന്തം സ്വന്തം പരിപാടികളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഫുള്ള് കുത്തി ഇതൊക്കെ ചെറിയ പുൽച്ചെടിയില്ലേ, അതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ കുത്തി ചെമ്പരത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ ഇങ്ങനെ ചെയ്യും. അതൊക്കെയാണ്. പിന്നെ ഇതുണ്ട് ഇങ്ങോട്ടൊക്കെ വാഴത്തോട്ടങ്ങളൊക്കെ നല്ല നല്ല എല്ലാം സ്വന്തം പരിപാടികൾ. ഇതാട്ടോ നമ്മളെ തോട്, കുഞ്ഞു തോടാട്ടോ. ഇതാട്ടെ നമ്മളെ കവുങ്ങ്. ഇതാണ് അടക്കിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളെ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. നമുക്കിനി താഴത്തെ തൊട്ടി പോവാം. ഇവിടെയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ട് വെള്ളമുള്ള സമയത്ത് വന്ന് തുണിയൊക്കെ ഇളക്കുന്നത്. നമ്മുടെ തോട്ടിലേക്ക് പോകുന്ന താഴോട്ടാട്ടോ നമ്മുടെ തോട്. അപ്പോൾ നമ്മളെ വീടെന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മളെ വീട് ഇരിക്കുക. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഓടൊക്കെ ഇട്ടിട്ട് ഒരു പഴയൊരു വീട് കാണാം. ഇപ്പോൾ ആരും ഇവിടെ താമസിക്കുന്നില്ല. ആ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നപ്പോൾ ഒരു തമിഴ്ത്തികൾ, അവരും അവരെ കൊച്ചും ഭർത്താവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇവരെ വീട്ടിലങ്ങനെ പോയി കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഭയങ്കര രസമാട്ടെ അവരുടെ വീട്ടിലൊക്കെ. അപ്പം ഇവരെ വീട്ടിലെ ചെടിയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് ഇപ്പോൾ പഴയൊരു വീടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
നേരത്തെ താഴത്തെ തോട്ടിലേക്ക് പോവാം. ആണ് ഇതിലേക്ക് പോകണമെങ്കിൽ, കാരണം കുന്നൊക്കെ ഇറങ്ങി പിടിച്ചിട്ടൊക്കെയാണ് ഇതിലേക്ക് പോകേണ്ടത്. ഇവിടെയാണ് എല്ലാവരും വന്ന് അലക്കമൊക്കെ ചെയ്യാറ്. ഈ ഒരു തോട്ടിലാണെങ്കിൽ ഒരിക്കലും വെള്ളം പറ്റത്തില്ല. വീട്ടിലൊക്കെ വെള്ളം ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ടാണ് എല്ലാവരും അലക്കാറ്. നമുക്ക് ജസ്റ്റ് വീട്ടിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല, എന്നാൽ ഇറങ്ങണ്ട. പോയൊന്നും അടിച്ചായിരുന്നു. ഇതായിട്ട് നമ്മളെ ശക്തിയായിട്ട് ഒഴുകി വരുന്ന വെള്ളമാണിത്. ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റാറില്ല. അതാണ് വറ്റാറില്ല. ഇതിൽ കൂടി നമുക്ക് റോഡിലേക്ക് പോകാൻ പറ്റും. വീട്ടിൽ തന്നെ ചിലിമ്പി മരം ഉണ്ട് കേട്ടോ. ചിലിമ്പിക്ക ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഭയങ്കര ചിലിമ്പിക്ക ഉണ്ടായിരുന്നു. ഒരു കൊട്ടക്കണക്ക് ചിലിമ്പിക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. ചിലിമ്പിക്ക് വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ കാണിക്കാത്ത പോലെ നേരത്തെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ പുളി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ആദ്യം ഞാൻ അങ്ങനെ കാണിച്ചില്ലേ. അത് നേരത്തെ പുളി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ. സാധാ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന പോലെ വളരെ ടേസ്റ്റാണ്. ആണ് ചിലിമ്പി മരത്തിൻ്റെ വലിയൊരു അതാ ഞാൻ കാണിച്ചു തരാം. ഒരു കൊട്ടക്കണക്കിന് തന്നെ അവിടെ ഉണ്ടല്ലോ. ഭയങ്കര ചിലിമ്പി, വലിയ വലിയ കൊട്ട പോലെ ഉണ്ടാവും കേട്ടോ. ആദ്യമൊക്കെ ചിലിമ്പി മരം ഇപ്പം ഇല്ലെന്നു. പിന്നെ അമ്മച്ചി നട്ട് പിടിപ്പിച്ച കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കളൊക്കെ ആട്ടോ ഇത്. അടിപൊളി, കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഈ വഴിയാട്ടോ നമ്മൾ റോട്ടിലേക്കും പോവാം. ഈ വഴി നമുക്ക് റോട്ടിലേക്ക് പോവാം. ഈ വഴിയും റോട്ടിലേക്ക് പോവാം. പിന്നെ ഇതാണ് നമ്മളെ കിണർ. ആ തേച്ചിട്ടില്ല. പണ്ടങ്ങനെ കുറച്ച് ദിവസം തേച്ചിരുന്നേ ഉള്ളൂ. ഇപ്പോൾ തേച്ചിട്ടില്ല കേട്ടോ. ഉള്ളിൽ ഞാൻ ആഴം കാണിച്ചു തരാം. വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട് കേട്ടോ, ഉണ്ട്. തിന്നാട്ടാ. നേരത്തെ ഞാൻ കഴുകിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ കഴുകണമെന്ന് തോന്നി, അതുകൊണ്ട് കഴുകുന്നത്. വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്ന് അറിയുമെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാം ഗൈസ്, എൻ്റെ നാവിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്നു ഈ പേര്, പക്ഷെ എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. ഇതൊരു പ്രത്യേക തരം ഒരു ചെടിയാണ്. ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അമ്മച്ചീൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്. അടിപൊളി തണ്ടൊക്കെ വ്യത്യസ്തതരമായ അങ്ങനെ പ്രത്യേകതരമായിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇത് വ്യത്യസ്തതരമായിട്ടുള്ള പൂക്കളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഒന്നും കൂടെ ഞാൻ കാണിക്കണ്ട ഗൈസ്. ഇതാണ്, ഇതെന്തൊരു ചെടിയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കിട്ടി കറുവപ്പല്ലോ, പനിക്കൂർക്ക. അതാണ് ചേട്ടാ, ഭയങ്കരമാണ് കേട്ടോ. അടിപൊളി മണമാണ്